ഹായ്, ഞാൻ ഡോക്ടർ ഷർസീന. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ അഡിനോയിഡ് വീക്കത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അഡിനോയിഡ് വീക്കമുള്ള കുട്ടികൾ അവര് വായ തുറന്നു വെച്ചിട്ടായിരിക്കും ശ്വാസം എടുക്കുക. അവരുടെ മൂക്ക് എപ്പോഴും അടഞ്ഞതിനാല് തന്നെ അവര് വായ തുറന്ന് അതുവഴിയായിരിക്കും ശ്വാസം എടുക്കുക. പിന്നെ ഉറക്കത്തിലുള്ള ഡിസ്റ്റർബൻസസ്, അതായത് ഉറക്കത്തിൽ സ്നോറിങ്, കൂർക്കം വലി ഉണ്ടാവുക, പിന്നെ ഉറക്കത്തിൽ ഫ്രീക്വന്റ് ആയിട്ട് നെട്ടി എണീക്കുക, ഉറക്കം പ്രോപ്പർ ആയിട്ട് ഇല്ലാണ്ടിരിക്കുക, അതൊക്കെ അഡിനോയിഡ് വീക്കമുള്ള കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പിന്നെ ഈ സിവിയർ ആയിട്ട് അഡിനോയിഡ് പ്രശ്നമുള്ള കുട്ടികളിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് വായ വഴി ശ്വാസം എടുക്കുന്നതിനാൽ തന്നെ അവരെ മൂക്കിന് ചുറ്റുമുള്ള സൈനസസിന്റെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവാതിരിക്കുകയും അതിനാല് ഫേസിന്റെ ഷേപ്പിൽ ഡിഫറൻസസ്, അതായത് ഫേസ് നീണ്ടിട്ടും പതിഞ്ഞതുമായിട്ട് വരികയും ചെയ്യാറുണ്ട്. അതേപോലെ അഡിനോയിഡ് വീക്കമുള്ള കുട്ടികളിൽ ചെവിയും തൊണ്ടയും തമ്മിൽ കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ് അതിന്റെ ഓപ്പണിങ് ഈ അഡിനോയിഡിന്റെ ഏരിയയിലാണുള്ളത്. അപ്പൊ ഈ അഡിനോയിഡ് വീക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ അത് അടഞ്ഞിരിക്കുകയും അതിനാൽ ചെവിയിൽ നീർക്കെട്ട് വരികയും പിന്നീട് ചെവി കേൾവി കുറവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയും പിന്നെ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് അത് പെർമനന്റ് ആയിട്ടുള്ള ഇയർ ഡാമേജ് പോലെയുള്ള സീരിയസ് കണ്ടീഷനിലേക്ക് ചെന്നെത്തുകയും ചെയ്യാറുണ്ട്.